അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. അന്നും ചേച്ചിനെ കാണാൻ ഇതേ സൗന്ദര്യം ഉണ്ടായിരുന്നു, ഇന്നും അതേപോലെ തന്നെ സൗന്ദര്യമുണ്ട്. എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. നീ വളർന്ന് ഇത്രേ ആയുള്ളൂ. ഞാൻ അന്നും നിങ്ങളൊക്കെ നിൽക്കുക. നീ ഇങ്ങനെ ഇനി പോകുമ്പോ എന്റെ പ്രായമാകുമ്പോ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. 1947 ഓഗസ്റ്റ് 15 എന്താ സംഭവിച്ചതെന്നറിയോ? ഞാൻ അത് അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ കൂടുതൽ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കിട്ടിയ കാര്യം അതറിയാം, പക്ഷെ എനിക്ക് അത് ഇവിടെ പറയേണ്ട കാര്യമില്ല മോനെ. ആ ഒരു അമ്മ തന്റെ മകന്റെ അടുത്തും പറയും, മോനെ എടാ ആണുങ്ങളായ 2 അടിക്കണം, നീ പോയി 2 അടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയൂ. ഇതിപ്പോ എവിടെ നിന്ന് ചാടി? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. നീയാണ് ഇപ്പൊ പഴയ ലോകത്ത് നിൽക്കണത് കേട്ടോ. എന്റെ മോനൊക്കെ ഇന്ന് അവനറിയാം വെള്ളം എന്താണ്, അടിക്കണ എങ്ങനെ വേണോ, അവന്റെ തീരുമാന. കൗതുക ലേശം കൂടുതലാണ്. അവൻ വേണി ഒളിച്ചു പോയി അടിക്കുമായിരിക്കും. അമ്മ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, നീ പഴയ കാലത്ത് നിൽക്കപ്പോ. എന്റെ മോനൊക്കെ ഇപ്പൊ അറിയാം അടിച്ചാൽ എന്താണ്, എന്താ കുഴപ്പമെന്ന്. കണ്ടിട്ടൊരു എന്തൊക്കെയോ പേടികളുള്ളിൽ എനിക്ക് എന്നെ അടുത്ത് പരിചയമില്ലാത്തോണ്ടാ. ഭയങ്കര നീ ശരിയാവണില്ല. നിന്റെ ഈ രീതി മാറ്റി. നീ മാറിയിട്ടില്ല, ഞാനാണ് ഇപ്പൊ മാറിയിട്ട്. നീ ഒന്നും മാറിയിട്ടില്ല, നീ ഒരു ചുക്കും മാറിയിട്ടില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ആണിനും പെണ്ണിനും തുല്യതയല്ല വേണ്ടുന്നത്, പെണ്ണ് താന്ന് നിൽക്കണം എന്നൊരു കാര്യം പറയുന്ന ഒരു വ്യക്തിയുടെ ചിന്താഗതി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. തനിക്ക് എന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. ആര് പറഞ്ഞു അവിടെ തന്നെ നിൽക്കണത്? ഞാനൊരു വാക്ക് പറഞ്ഞത് ഞാൻ ആദ്യവും അവസാനം നീ ഇതിട്ട് തോണ്ടി എന്നെ ഇളക്കാൻ നോക്കണ്ട, ഇളകത്തില്ല. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട, അഭ്യാസം നടക്കണ്ട. നീ പറയണത് വളച്ചൊടിച്ച് പറഞ്ഞ നിനക്ക് ശരിക്കും പറഞ്ഞാലേ സ്റ്റഡി ഇല്ല. നീ കുറച്ചുകൂടെ പഠിക്കണം മോനെ. ഒരു കൈവതം നാറ്റുകരുത്. ഇത്രയ്ക്ക് ആയിട്ടില്ല. വേറെ ആർക്കും വേണ്ടി ഇതൊക്കെ സംസാരിച്ചോ, എന്റെ അടുത്ത് സംസാരിക്കും. ഇത്രയും നിനക്ക് ആയിട്ടില്ല. നീ കുറച്ചുകൂടെ പഠിച്ചിട്ട് ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇവിടെ വെറുതെ ജീവിച്ച് മരിച്ചു പോയാൽ മതി എന്നെല്ലാരും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ഈ ക്യാമറ, മൈക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ആരാ അതിനെ കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞാ? ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇവനെന്ത് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട്? നിങ്ങൾ ആ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റി. ഇവര് വരൂ ഈ മാതിരി എന്റെ വായല് ലോജിക് ഇല്ലാതെ സംസാരിക്കുന്ന വേറെ ആരോടും സംസാരിക്കേ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നീ ആദ്യം കുറച്ച് ഇന്റർവ്യൂവിന് പറയേണ്ട വാക്കുകളും കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് വാ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആ ലൈറ്റ് ഒക്കെ നിർത്ത് മാറ്റിക്കേ. ഇവന്റെ ഒക്കെ മുഖത്ത് ലൈറ്റ് വെക്കാറായിട്ടില്ല. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഞാൻ പോകുന്നു. ബൈ ബൈ.